ഹലോ മക്കളെ, യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്സ്. ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അതെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിനും ഒക്കെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സോ ഈ ചാപ്റ്റർ ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് സെറ്റ് ആക്കിയാലോ? നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ മെയിനായിട്ടും ആദ്യമായിട്ടും പഠിക്കാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, രണ്ടാമത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ടെസ്റ്റിസ് അല്ലേ, ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്കൊരു ആൺകുട്ടി എന്ന് വിളിക്കാം അല്ലേ, ടെസ്റ്റിസ്. രണ്ടാമത്തത് അതിൽ നിന്നുണ്ടാകുന്ന സ്പേമിനെ കൊണ്ടുപോകാനുള്ള കുഴലുകളാണ്. അതിൻ്റെ പേരെന്താ? ആക്സസറി ഡക്റ്റുകൾ എന്നാണ്. ഈ ആക്സസറി ഡക്റ്റുകളിലേക്ക് കുറേ സെക്രീഷൻസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് ഗ്ലാൻസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആക്സസറി ഗ്ലാൻസ് എന്നാണ്. അതിൽ നിന്നും ഈ സെമനായിട്ട് ഇതെല്ലാം പുറത്തേക്ക് വരുന്ന എക്സ്റ്റേണൽ ജെനിറ്റേലിയ അഥവാ പെനിസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോയാലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ഓവറീസ്. ഓക്കെ, 2 ഓവറീസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഓവറീസ് അതാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഓവം വന്ന് കാത്തിരിക്കുന്നതും സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. പേരെന്താ? യെസ്, ഫെലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ്. അത് കഴിഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, യൂട്രസ്, ഗർഭപാത്രം. നമ്മളൊക്കെ ആദ്യം കിടന്നുറങ്ങിയ സ്ഥലം അല്ലേ, ഗർഭപാത്രം അഥവാ യൂട്രസ്. നമ്മളെല്ലാവരും പുറത്തേക്ക് വന്നൊരു വഴിയുണ്ട്, അതാണ് സെർവിക്സും വജൈനയും. ആ ട്രാക്റ്റിലൂടെയാണ് പുറത്തേക്ക് വന്നത്. സെമൻ അകത്തേക്ക് പോകുന്നതും ഇതുവഴി തന്നെയാണ് അല്ലേ. ഇനി പുറത്തുള്ള എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആകുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ റെഡിയാണോ? നമുക്കിതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? എന്തൊക്കെയാണിതെന്നുള്ളത്. ആദ്യം നമുക്ക് ഏത് പഠിക്കാം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെസ്റ്റിസ് ആണ്. അപ്പോൾ ടെസ്റ്റിസിനെ ഒന്ന് നമുക്കൊന്ന് അറത്ത് കീറി നോക്കിയാലോ? എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, നല്ല അനാട്ടമി എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ? യെസ് മക്കളെ, ടെസ്റ്റിസ്. എത്ര ടെസ്റ്റിസാണ് മക്കളെ ഉള്ളത്? ഒരു ആൺകുട്ടിക്ക് 2 ടെസ്റ്റിസുകളാണുള്ളത് അല്ലേ. ഈ ടെസ്റ്റിസ് കാണപ്പെടുന്നത് എവിടെയെന്നറിയാമോ? വളരെ ഇമ്പോർട്ടൻ്റ് ഓർഗൻ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിച്ചാണ് അതിനെ വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിനകത്തിട്ടാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രോട്ടം എന്ന് പറയുന്ന പൗച്ചിനകത്ത് സൂക്ഷിച്ചാണ് ആരെ വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ ടെസ്റ്റിസിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസിനെ സ്ക്രോട്ടം, മറക്കണ്ട മക്കളെ, സ്ക്രോട്ടം എന്നാണ് പേര്. അപ്പോൾ സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ഈ സ്ക്രോട്ടത്തിന് അങ്ങനെ സൂക്ഷിക്കൽ മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ആക്ച്വലി ഈ സ്ക്രോട്ടം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. പക്ഷേ 37 ഡിഗ്രി സെൽഷ്യസിൽ സ്പേം ഉണ്ടാവില്ല. സ്പേം ഉണ്ടാകുന്നത് ഇതിനേക്കാൾ ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചറിലാണ് ഏതുണ്ടാകുന്നത്? സ്പേം ഉണ്ടാകുന്നത്. അപ്പോൾ സ്ക്രോട്ടം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ ഒരു 2 to 2.5 ഡിഗ്രി ലോവർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക എന്നതാണ് സ്ക്രോട്ടത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ സ്ക്രോട്ടത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ മക്കളെല്ലാവരും അങ്ങ് എഴുതിക്കൊള്ളണം. എന്തെഴുതണം? അതായത് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി ലോവർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നു. എന്തിന്? സ്പേം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സ്പേമിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്ക്രോട്ടത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ടെസ്റ്റിസിനെ ഒന്ന് കീറി നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ്. ഈ കമ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നാണ്. ഓക്കെ, ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. അപ്പോൾ 250ഓളം ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് ഉണ്ട്. ഈ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് ഓരോന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1 മുതൽ 3 വരെ എണ്ണം ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്സ് അതിനകത്തുണ്ട്. ഓക്കെ, എത്ര മുതൽ എത്ര വരെ? 1 മുതൽ 3 വരെ. 1, ചിലപ്പോൾ 1 കാണും, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 വരെ അതിനകത്ത് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും 3 ഉണ്ടെന്നല്ല, 1 മുതൽ 3 വരെ എന്നാണ് നമ്മൾ പറയുന്നത്. സോ 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് അതിനകത്ത് കാണും. ആ ട്യൂബ്യൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്നാണ്. സെമിനിഫെറസ് ട്യൂബ്യൂൾസ്.
ഓക്കെ, അപ്പോൾ 250ഓളം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ കമ്പാർട്ട്മെന്റിലും 1 മുതൽ 3 വരെ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇനി നമുക്കൊരു സെമിനിഫെറസ് ട്യൂബ്യൂളിനെ ഇങ്ങോട്ട് എടുക്കാം. ഒരു കോയിൽ പോലെ ഇരിക്കും അല്ലേ, ഇതേപോലെ. അതിന് നമ്മൾ എടുത്തിങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ട്യൂബ് ആണെങ്കിൽ അതിന് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ നോക്കുകയാണ്. ഇതാ നോക്കിക്കോളൂ, ഇതൊരു ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കും. ഇതൊരു ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ 3 എണ്ണം വരെ ആകാമല്ലോ. അപ്പം ഞാൻ 2 എണ്ണം ഇവിടെ വരയ്ക്കാം. 2 എണ്ണം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 2 ടൈപ്പ് സെല്ലുകൾ ഇതിനകത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒന്നല്ല 2 ടൈപ്പ്, കുറേ കുഞ്ഞു സെല്ലുകളും പിന്നെ കുറച്ച് വലിയ സെല്ലുകളും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഈ കുഞ്ഞു സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേര് മെയിൽ ജേം സെൽസ് എന്നാണ്. മെയിൽ ജേം സെൽസ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഓക്കെ, മെയിൽ ജേം സെൽസ്. ഇവന്മാരുടെ ജോലി എന്താണെന്നറിയാമോ? ഇവന്മാരാണ് പിന്നീട് സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. ഓക്കെ, മെയിൽ ജേം സെല്ലുകളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഈ വലിയ പൊണ്ണത്തടിയനൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി വലിയ സെല്ലുകൾ. ഇവന്മാരുടെ പേരെന്താണെന്നറിയാമോ? ഇവൻ്റെ പേരാണ് സെർട്ടോളി സെൽസ്. ഓക്കെ, സെർട്ടോളി സെൽസ്. ക്ലിയർ ആണല്ലോ, സെർട്ടോളി സെൽസ്. അപ്പൊ ചെറിയ സെല്ലുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? മെയിൽ ജേം സെൽസ് എന്നും വലിയ സെല്ലുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? സെർട്ടോളി സെൽസ്. ഇവന്മാർ ഇങ്ങനെ വലുപ്പം വെച്ചിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവരിലാണ് ഫുഡ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പേം സെൽസിന് നറിഷ്മെന്റ്, ഫുഡ് കൊടുക്കുക എന്നതാണ് സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? നറിഷ്മെന്റ് ഓഫ് സ്പേം സെൽസ്. സ്പേം സെൽസിന് ആവശ്യത്തിന് മൃഷ്ടാന ഭോജനം കൊടുക്കുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ മെയിൽ ജേം സെല്ലുകളാണ് സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. അവർക്ക് വേണ്ട ഫുഡ് ഇപ്പുറത്ത് ആര് കരുതി വെച്ചിട്ടുണ്ട്? സെർട്ടോളി സെൽസും കരുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറൊരു സെമിനിഫെറസ് ട്യൂബ്യൂൾ അല്ലേ. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സെല്ലുകളെ നമുക്കിങ്ങനെ കാണാം, കുഞ്ഞു സെല്ലുകൾ. ആ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കുറച്ച് സെല്ലുകളെ കാണാം. ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെയ്ഡിക് സെൽസ്. ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെയ്ഡിക് സെല്ലുകൾ എന്ന് വിളിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നമ്മൾ കാണപ്പെടുന്ന സെല്ലുകളെയാണ് ലെയ്ഡിക് സെല്ലുകൾ അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്നും വിളിക്കും. ഓക്കെ, ലെയ്ഡിക് സെല്ലുകൾ അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്നും നമ്മൾ മറ്റൊരു പേരിട്ടും വിളിക്കാറുണ്ട്. ഇവന്മാരുടെ ജോലി എന്താണെന്നറിയാമോ? ഇവന്മാരാണ് നമുക്ക് ആൻഡ്രോജൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആണിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, മീശ, താടി, ബോഡി ഹെയർ ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ജെനിറ്റൽ ഓർഗൻസിൻ്റെയൊക്കെ ഗ്രോത്ത്, നമ്മുടെ സൗണ്ട് ചേഞ്ച്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ മാറ്റം ഉണ്ടാവില്ലേ? അതൊക്കെ ആ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഇവന്മാരാണ്, ആൻഡ്രോജൻസ്. ഓക്കെ, സോ ഈ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെയ്ഡിക് സെല്ലുകളിൽ നിന്നാണ്. മറക്കരുത്. ഓക്കെ, ലെയ്ഡിക് സെല്ലുകളുടെ ജോലി എന്താണ്? ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതാണ് ടെസ്റ്റിസിൻ്റെ ഉൾഭാഗം. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കുറേ ഡക്റ്റുകളുണ്ട്. ആ ഡക്റ്റുകളുടെ പേരാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഡക്റ്റിൻ്റെ പേരാണ് റീറ്റേറ്റ് ടെസ്റ്റിസ്. ഓക്കെ, റീറ്റേറ്റ് ടെസ്റ്റിസ്. അപ്പോൾ സ്പേമിനെ ആദ്യം കളക്ട് ചെയ്യുന്നത് ആരാണ്? റീറ്റേറ്റ് ടെസ്റ്റിസ് ആണ്. റീറ്റേറ്റ് ടെസ്റ്റിസിൽ അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ടെസ്റ്റിസ് എങ്കിൽ ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് വരച്ചും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. സപ്പോസ് നമ്മുടെ ടെസ്റ്റിസ് 2 ടെസ്റ്റിസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ടെസ്റ്റിസിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റിസ്, ഇത് ടെസ്റ്റിസ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്നുള്ള സ്പേമുകളെ കളക്ട് ചെയ്യാനായിട്ട് ആദ്യം ഇരിക്കുന്ന ഡക്റ്റുകളാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീറ്റേറ്റ് ടെസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ കോൾഡ് റീറ്റേറ്റ് ടെസ്റ്റിസ്. ഓക്കെ, റീറ്റേറ്റ് ടെസ്റ്റിസ്. ഈ റീറ്റേറ്റ് ടെസ്റ്റിസുകൾ ജോയിൻ ചെയ്തൊരു ഡക്റ്റായിട്ട് മാറും. ആ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ് എഫറൻസ് ഓർ വാസ എഫറൻഷ്യ. വാസ് എഫറൻസ് ഓർ വാസ എഫറൻഷ്യ. ഓക്കെ, വാസ എഫറൻഷ്യ. അത് പിന്നീട് ഹൈലി കോയിൽഡ് ആയിട്ടൊരു ഡക്റ്റായിട്ട് മാറും. ഹൈലി കോയിൽഡ് ആയിട്ടുള്ളൊരു ഡക്റ്റായിട്ട് മാറും. ആ ഡക്റ്റിൻ്റെ പേരാണ് എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസ്. ഓക്കെ, എപ്പിഡിഡിമിസ്. ഈ എപ്പിഡിഡിമിസ് പിന്നെ ഒരു ലോങ് ഡക്റ്റായിട്ട് മാറും, വളരെ നീളമുള്ള ഒരു ഡക്റ്റ്. ആ ഡക്റ്റിൻ്റെ പേരാണ് വാസ് ഡിഫറൻസ്. ഓക്കെ, വാസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡക്റ്റുകൾ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഡക്റ്റ് ഏതാണ്? റീറ്റേറ്റ് ടെസ്റ്റിസ്. അത് ജോയിൻ ചെയ്തുണ്ടാകുന്ന വാസ എഫറൻഷ്യ. അത് ചേർന്നുണ്ടാകുന്ന ഒരു കോയിൽഡ് ആയിട്ടുള്ള ഡക്റ്റ് എപ്പിഡിഡിമിസ്. അത് കഴിഞ്ഞിട്ട് ലോങ് ഡക്റ്റ്, അതിൻ്റെ പേരെന്തായിരുന്നു? വാസ് ഡിഫറൻസ് എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഒരു ടെസ്റ്റിസിൽ നിന്നുള്ളതാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? ഒരു വാസ് ഡിഫറൻസ് വരുന്നുണ്ട്. എൻ്റെ വാസ് ഡിഫറൻസ് എന്താ ഇങ്ങനെ പോയത്? ഓക്കെ, സോ വാസ് ഡിഫറൻസ് നമുക്ക് നേരെയാക്കാം. ഇതാ ഒരു വാസ് ഡിഫറൻസ് ദാ വരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് വാസ് ഡിഫറൻസ് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ളത്.
ഈ രണ്ട് വാസ് ഡിഫറൻസും വന്ന് ജോയിൻ ചെയ്യുന്നത് യൂറിൻ കൊണ്ടുവരുന്ന ഒരു കോമൺ ഡക്റ്റ് ഉണ്ട് അല്ലേ, യൂറിൻ കൊണ്ടുവരുന്ന ഡക്റ്റ്, അതിനെന്താ വിളിക്കുന്നത് നമ്മൾ, യുറീത്ര. ആ യുറീത്രയിലേക്കാണ് ഇത് ജോയിൻസ്. സോ ദിസ് ഈസ് ദി യുറീത്ര. യുറീത്രയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ആ യുറീത്രയാണ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്യുക, അപ്പോൾ യുറീത്രയുമായിട്ട് ഇതിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നും പറയാറുണ്ട്. ആ യുറീത്രയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അത് പുറത്തേക്ക് പെനിസ് വഴി എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് യുറീത്രൽ മിയാറ്റസ് എന്നാണ്. യുറീത്രൽ മിയാറ്റസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. ഓക്കെ, യുറീത്രൽ മിയാറ്റസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. ഇനി ഡക്റ്റുകളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറേ സെക്രീഷൻസ്, കുറേ ഫ്ലൂയിഡ് പാർട്ട് ഒഴിച്ചു കൊടുക്കുന്ന, അല്ലെ മറ്റേ ഇവന്മാർക്ക് നീന്തി കുളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരുക്കി കൊടുക്കുന്നത് ഗ്ലാൻഡുകളാണ്. ഈ ഗ്ലാൻഡുകൾ ഏതൊക്കെയെന്ന് പഠിച്ചാലോ? ഇതാ നോക്കിക്കോളൂ. നമുക്ക് പ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് സെമിനൽ വെസിക്കിൾസ്. സെമിനൽ വെസിക്കിൾസ്. മക്കളെ, സെമിനൽ വെസിക്കിൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ ഇറ്റ് ഈസ് എ പെയർഡ് വൺ. ഓക്കെ, 2 സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, 2 സെമിനൽ വെസിക്കിൾസ്. ദെൻ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗ്ലാൻഡ് ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ക്യാൻസർ ഒക്കെ ബാധിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് ഒരു കുഞ്ഞ് 2 ഗ്ലാൻഡ്സ് ഉണ്ട്. കുഞ്ഞന്മാരാണെങ്കിലും പേര് കടുപ്പവാ. ഓക്കെ, ഇവന്മാരെ വിളിക്കുന്ന പേരാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഓക്കെ, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പം ഞാൻ എപ്പോഴും ഓർത്ത് ബൾബ് പോലെ ഇരിക്കുന്ന യുറീത്രയിലുള്ള ഗ്ലാൻഡ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഓക്കെ, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇവ കണ്ടുപിടിച്ച ആളുടെ പേരിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഓക്കെ, കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്, കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഗ്ലാൻഡുകളിൽ നിന്നുള്ള സെക്രീഷൻസിനെ മൊത്തം നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഓക്കെ, അപ്പോൾ സെമിനൽ പ്ലാസ്മ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സെമിനൽ പ്ലാസ്മയിൽ മുങ്ങിക്കുളിച്ചാണ് ആര് വരുന്നത്? സ്പേം. അപ്പോൾ സ്പേം ആക്ച്വലി ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സെമിനൽ പ്ലാസ്മയിൽ വന്ന് ഗ്ലും എന്ന് പറഞ്ഞ് വീഴും. ഓക്കെ, അങ്ങനെ സെമിനൽ പ്ലാസ്മയിൽ ഇങ്ങനെ നീന്തി 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 സെമിനൽ പ്ലാസ്മയും സ്പേമും എല്ലാം കൂടി ചേർന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് വരുന്ന രൂപത്തിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? സീമൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടി ചേർന്നുള്ള രൂപമാണ് സീമൻ. സീമനാണ് പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? ആ പുറത്തേക്ക് വരാനുള്ള ഭാഗം, ഓർഗൻ, അതാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പെനിസ്. അല്ലെ, പെനിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. മെയിൽ പെനിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഹെഡ് പോലൊരു പോർഷൻ ഉണ്ട്. മെയിൽ പെനിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഹെഡ് ലൈക്ക് സ്ട്രക്ചർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ്. ഓക്കെ, അതുപോലെ തന്നെ അതിനെ ഒരു 4 സ്കിൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. 4 സ്കിൻ എന്ന് പറയുന്ന ലൂസ് സ്കിൻ കൊണ്ട്, ദിസ് ഈസ് കോൾഡ് 4 സ്കിൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ലൂസ് സ്കിൻ ആണ് കേട്ടോ. അതുപോലെ ഇതിനകത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽസ് കൊണ്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മസിൽസിൻ്റെ പ്രത്യേകത ബലൂൺ പോലെയാണ്. നമ്മൾ ബലൂണിലേക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ബലൂൺ പെരുകും അല്ലേ, വലുതാകും എന്ന് പറയുന്നത് പോലെ ഈ മസിൽസിൻ്റെ ഉള്ളിലേക്ക് ബ്ലഡ് കയറി കഴിഞ്ഞാൽ BP കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് അധികമായിട്ട് ഫ്ലോ ചെയ്യുകയും ബ്ലഡ് അധികമായിട്ട് ഇതിനകത്ത് വന്ന് നിറയുകയും ചെയ്യും. അപ്പോൾ ഇത് എൻലാർജ്ഡ് ആകും. അങ്ങനെ പെനിസ് എൻലാർജ്ഡ് ആയാൽ മാത്രമേ കൃത്യമായിട്ട് സെമനെ നമുക്ക് വജൈനൽ ട്രാക്റ്റിൽ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സഹായിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽസ് കൊണ്ടാണ് ആരെ നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ പെനിസിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയുള്ളൂ മക്കളെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കാര്യം. അപ്പം നമുക്കിനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചാലോ? റെഡി അല്ലേ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾ കാത്തിരിക്കുകയാണ്. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാം. അവിടുത്തെ പ്രധാനപ്പെട്ട താരം ആരാണ്? ഓവറി തന്നെയാണ് അല്ലേ. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഓവറി തന്നെയാണ്. അപ്പോൾ 2 ഓവറികളാണുള്ളത്. ഓവറിക്ക് ഒരു വളരെ തിന്നായിട്ടുള്ളൊരു എപ്പിത്തീലിയം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അകത്തുള്ള സ്ട്രോമ പാർട്ടിനെ നമ്മൾ ഔട്ടർ കോർട്ടെക്സ് എന്നും ഇന്നർ മെഡുല്ല എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഓവറിൽ നിന്നാണ് നമുക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ ഇതും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ടെസ്റ്റിസ് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഓവർ മിണ്ടാതിരിക്കൂ? ഓവറിയും വിട്ടു കൊടുക്കൂല. ഓവർ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തത് ഈസ്ട്രോജനും രണ്ടാമത്തത് പ്രൊജസ്റ്ററോണും. ഈ 2 ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവറിയിൽ നിന്നാണ്. ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവം, ഇതിൽ നിന്നാണ് ഓവം ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുന്ന ഓവത്തിനെ കളക്ട് ചെയ്യുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ആ ഡക്റ്റിനെയാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആദ്യം ഇരിക്കുന്ന ഒരു ഫണൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഫണൽ പോലെ ഇരിക്കുന്ന ഒരു പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫണ്ടിബുലം. മറക്കരുത്, ഫണൽ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ഇൻഫണ്ടിബുലം എന്നാണ്.
ഓക്കെ, ഈ ഇൻഫണ്ടിബുലത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഓവത്തിനെ റിലീസ് ചെയ്യുമ്പോൾ വാ മോനെ വാ എന്ന് പറഞ്ഞ് ആ ഓവത്തിനെ വലിച്ചെടുക്കുന്നത് ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിംബ്രിയേ എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ഫിംബ്രിയേ. ഓക്കെ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേര് ഫിംബ്രിയേ എന്നാണ്. ഇനി ഈ പറയുന്ന ഓവത്തിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓവം നേരെ വന്ന് കാത്തിരിക്കും. സ്പേം ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലമുണ്ട്. സ്പേം ചേട്ടൻ വന്ന് ഫെർട്ടിലൈസേഷൻ ഒക്കെ ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലമാണ് ആംബുല്ല. അപ്പോൾ മറക്കണ്ട, ആംബുല്ലയിലാണ് അല്ലെങ്കിൽ ആംബുലറി റീജിയനിലാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ആംബുലർ റീജിയനിലാണ്. പിന്നെ ഒരു നാരോ ട്യൂബ് ഉണ്ട് യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന, യൂട്രസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നാരോ ട്യൂബ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇസ്തുമസ്, ക്രിസ്തുമസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇസ്തുമസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 പോർഷൻസ് ചേരുമ്പോഴാണ് ഫെലോപ്പിയൻ ട്യൂബ് ആകുന്നത്. ഫണല് പോലെ ഇരിക്കുന്ന ഇൻഫണ്ടിബുലം, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആംബുല്ല, നാരോ ട്യൂബ് വിച്ച് കണക്ട്സ് ടു ദ യൂട്രസ് കോൾഡ് ഇസ്തുമസ്. ഈ 3 പോർഷൻസ് ചേരുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബ് ആകുന്നു. ഇത് നേരെ പോകുന്ന എങ്ങോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്? നമ്മൾ 2 സൈഡിൽ നിന്ന് അത് കണക്ട് ചെയ്യുന്നത് യൂട്രസിലേക്കാണ്, ഗർഭപാത്രം. യൂട്രസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യൂട്രസ് മെയിൻ പോർഷൻ ആണ് അല്ലേ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ് യൂട്രസ് എന്ന് പറയുന്നത്. ഈ യൂട്രസിന്റെ മുകളിലുള്ള പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് യൂട്രൈൻ ഫണ്ടസ് എന്നും, അകത്ത് നമ്മളൊക്കെ വളരുന്ന ഒരു ക്യാവിറ്റി ഉണ്ടല്ലോ, ഒരു ഗുഹ പോലൊരു സ്ഥലം, അതിനെ യൂട്രൈൻ ക്യാവിറ്റി എന്നാണ് വിളിക്കുന്നത്. യൂട്രസിന്റെ വാൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കട്ടിയുള്ള വാളാണ് അല്ലെ? നമ്മളൊക്കെ അതിനകത്ത് കിടന്ന് ചവിട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. നമ്മളെ ചവിട്ടി പുറത്താക്കിയതൊക്കെ ഈ വാളാണ്. അപ്പോൾ ഈ വാളിനെ നമ്മൾ 3 ഘട്ട അല്ലെങ്കിൽ 3 ലെയേഴ്സ് ആയിട്ട് തിരിക്കും. ഏറ്റവും വെളിയിലുള്ളതിനെ വിളിക്കുന്ന പേര് പെരിമെട്രിയം എന്നാണ്. ഏറ്റവും വെളിയിലുള്ള ലെയറിനെ വിളിക്കുന്ന പേര് പെരിമെട്രിയം എന്നാണ്. പെരിമെട്രിയം എന്നാണ്. ഓക്കെ, നടുക്കുള്ളതിനെ വിളിക്കുന്ന പേര് മയോമെട്രിയം എന്നാണ്. നടുക്കുള്ളത് മയോമെട്രിയം. ഏറ്റവും ഉള്ളിലുള്ളതിനെ വിളിക്കുന്ന പേര് എൻഡോമെട്രിയം എന്നാണ്. ഓക്കെ, 3 ലെയേഴ്സ്: പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഓക്കെ, പെരിമെട്രിയം ജസ്റ്റ് ഔട്ടർ കവറിങ് എന്ന് മാത്രമേ ഉള്ളൂ. മയോമെട്രിയം അങ്ങനെയല്ല, മയോമെട്രിയമാണ് മസ്കുലൈൻ. ഓക്കെ, അപ്പോൾ ഈ പ്രസവ സമയത്തൊക്കെ കോൺട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന മയോമെട്രിയമാണ്. അപ്പോൾ മയോമെട്രിയമാണ് ഹൈലി മസ്കുലൈൻ ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത്. ഏറ്റവും ഉള്ളിലാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം ഗ്ലാൻഡുലാറുമാണ്, അതായത് കുഞ്ഞു കുഞ്ഞു ഗ്ലാൻസും സെക്രീഷൻസും ഒക്കെ ഉണ്ട്. ഒപ്പം ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് സൈക്ലിക് ചേഞ്ചസ് എല്ലാം നടക്കുന്നത് ഈ പറയുന്ന എൻഡോമെട്രിയത്തിലാണ്. അപ്പോൾ എൻഡോമെട്രിയം ഭയങ്കര വർക്കഹോളിക്കാണ്, എപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് സെർവിക്സും വജൈനയും വരുന്നത്. സെർവിക്സിൻ്റെ അവിടെയുള്ള കനാലിനെ സെർവിക്കൽ കനാൽ എന്ന് വിളിക്കുന്നു. മക്കളെ, നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു കുഞ്ഞ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നത് ഈ സെർവിക്സിൽ കൂടിയും വജൈനൽ കൂടിയുമാണ്. അതുകൊണ്ട് സെർവിക്സിനെയും വജൈനയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. ഇറ്റ് ഈസ് കോൾഡ് ബർത്ത് കനാൽ. ഓക്കെ, സെർവിക്സിനെയും വജൈനയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. സെർവിക്സ് പ്ലസ് വജൈന ഈസ് കോൾഡ് ബർത്ത് കനാൽ. ഇനി നമുക്ക് ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഒന്ന് പഠിച്ചാലോ? എങ്ങനെയാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഇരിക്കുന്നതെന്ന് പഠിച്ചാലോ? റെഡിയാണോ എല്ലാവരും? പഠിക്കാം. യെസ്. അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെളിയിലായിട്ട് ഒരു കുഷൻ ലൈക്ക് സർഫസ് നമ്മൾ കാണുന്നു. അതിനെയാണ് മോൺസ് പിബിസ് എന്ന് വിളിക്കുന്നത്. ഈ മോൺസ് പിബിസിൻ്റെ പ്രത്യേകത അവിടെയാണ് ജെനിറ്റൽ ഹെയർസ് ഒക്കെ ഗ്രോ ചെയ്യുന്നത്. ഇതിന് താഴെയായിട്ട് 2 ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ആദ്യത്തെ തന്നെ ലേബിയ മെജോറ എന്നും അതിനുള്ളിൽ കാണുന്ന ഫ്ലാപ്പിനെ ലേബിയ മൈനോറ എന്നും വിളിക്കുന്നു. ഈ ലേബിയ മൈനോറ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നമുക്ക് കാണുന്നത്. ഇവിടെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലിറ്റോറിസ്. ഈ ക്ലിറ്റോറിസ് ആക്ച്വലി വെസ്റ്റീജിലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീമെയിലിന് ഗുണമൊന്നുമില്ല. ഇറ്റ് ഈസ് എ വെസ്റ്റീജിയൽ പാർട്ട്, ക്ലിറ്റോറിസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എൻ്റെ താഴെ യുറീത്രൽ ഓപ്പണിങ്ങും അത് കഴിഞ്ഞ് താഴെ വജൈനൽ ഓപ്പണിങ്ങും കാണാം. ഈ വജൈനൽ ഓപ്പണിംഗ് പാർഷ്യലി നമ്മളൊരു ചെറിയ ലൈറ്റ് മെംബ്രെയിനിയസ് ആയിട്ടുള്ള സ്കിൻ കൊണ്ട് പാർഷ്യലി കവർ ചെയ്തിട്ടുണ്ട്. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ഹൈമൻ. അപ്പോൾ ഹൈമൻ കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പാർഷ്യലി കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ കവർ അല്ല, പാർഷ്യലി കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഹൈമൻ എന്ന് പറയുന്നത്. ഈ ഹൈമൻ എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ തലയ്ക്കകത്ത് വെളിവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു അത് വിർജിനിറ്റിയുടെ സിമ്പലാണെന്ന്. അതായത് ഒരു പെൺകുട്ടി കന്യകയാണോ, മറ്റൊരാളുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഈ ഹൈമനെ കരുതിയിരുന്ന ഒരു പരിഷ്കൃത കാലം നമുക്കുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ പറയുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ്. കാരണം
ഒരു പെൺകുട്ടിക്ക് 2 കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. പണ്ടത്തെ പോലെ അടുക്കളയ്ക്കകത്തിരിക്കുന്ന പെൺകുട്ടികളൊന്നും അല്ലല്ലോ ഇന്ന് എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാനും മിലിറ്ററിയിലായാലും ഫോഴ്സസിലായാലും ഒക്കെ ആരുണ്ട്? ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സൈക്ലിങ്ങോ ഡാൻസിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈമൻ ബ്രേക്ക് ആകാം. അതെന്താ? സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടിട്ടാ? അല്ലാതെ തന്നെ അത് ബ്രേക്ക് ആകാൻ സാധ്യത. ഇറ്റ് ഇസ് വെരി ലൈറ്റ് മെമ്പറൈൻ. രണ്ടാമത്തെ കാര്യം, ചില സ്ത്രീകളിൽ സെക്ഷൽ കോയിറ്റസ് കഴിഞ്ഞാലും ഈ പറയുന്ന ഹൈമൻ പെർസിസ്റ്റ് ചെയ്യും, അങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഹൈമനെ എന്തിൻ്റെ സിമ്പലായിട്ട് കണക്കാക്കാൻ പറ്റില്ല? വെർജിനിറ്റിയുടെ സിമ്പലായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഒരു സൈഡ് ആർട്ടിസ്റ്റിനെ കൂടി പറയാതെ എങ്ങനെയാണ് പോവുക? ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ഒരാളെ കൂടി നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. സോ ആ ആൾ വേറെ ആരുമല്ല, ദാറ്റ് ഈസ് മാമറി ഗ്ലാൻസ്. അപ്പോൾ മാമറി ഗ്ലാൻസ് കൂടി പഠിച്ചാലേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവത്തുള്ളൂ. നോക്കിയാലോ, മാമറി ഗ്ലാൻസിൻ്റെ പ്രധാന ഫംഗ്ഷൻ ആക്ച്വലി പ്രസവിക്കുന്നതിന് മുന്നേ ഒന്നുമില്ല, പ്രസവിച്ചതിന് ശേഷമാണ് അല്ലേ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട്. സോ മിൽക്ക് കൊടുക്കുക എന്ന് പറയുന്നത് മിൽക്ക് സെക്രീറ്റിംഗ് ഓർഗൻ ആണ് മാമറി ഗ്ലാൻസ്. അപ്പോൾ മാമറി ഗ്ലാൻസിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാമറി ഗ്ലാൻസിന് നമ്മൾ കുറേ ലോബുകളായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് കോൾഡ് മാമറി ലോബ്സ്. ഓരോ ലോബിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ആൽവിയോളസ് എന്ന് വിളിക്കും. മാമറി ആൽവിയോളസ്. ഈ മാമറി ആൽവിയോളസിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൊണ്ടുപോകാനായിട്ട് കുഞ്ഞ് ഡക്റ്റുകൾ അതിലുണ്ട്. ആ ഡക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ഡക്സ് എന്ന് വിളിക്കുന്നത്. ദേ ആർ കോൾഡ് മാമറി ഡക്സ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് മാമറി ഡക്സ് എന്നാണ്. ഈ മാമറി ഡക്റ്റുകളെല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ ഡക്റ്റായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ആംബുല്ല. പല ആംബുല്ലകൾ നമ്മൾ ജോയിൻ ചെയ്ത് വീണ്ടും ഒരു വലിയ ഡക്റ്റായിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഈ ലാക്റ്റിഫറസ് ഡക്റ്റാണ് നിപ്പിൾ വഴി എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത് പുറത്തേക്ക്. ഓക്കെ, അതുവഴിയാണ് നിപ്പിൾ വഴിയാണ് കുഞ്ഞിന് എന്ത് കിട്ടുന്നത്? മിൽക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഓർഡർ എന്ന് പറയാം. ആദ്യത്തേത് മാമറി ലോബ് എന്ന് വെച്ചാൽ അകത്തുള്ള സെക്ഷൻസ് മാത്രമാണ്. അതിനകത്ത് എന്തിരിപ്പുണ്ട്? മാമറി ആൽവിയോളസ് ഇരിപ്പുണ്ട്. അതിൽ നിന്നാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മിൽക്ക് കൊണ്ടുപോകുന്ന ആദ്യത്തെ ഡക്റ്റിൻ്റെ പേര് മാമറി ഡക്റ്റ് എന്നാണ്. മാമറി ഡക്റ്റുകൾ ജോയിൻ ചെയ്ത് എന്താവുന്നു മക്കളെ? ആംബുല്ല. എന്താകുന്നു? ആംബുല്ലയാകുന്നു. ആംബുല്ല ജോയിൻ ചെയ്ത് എന്താകുന്നു? ലാക്റ്റിഫറസ് ഡക്റ്റ് ആകുന്നു. ഈ ലാക്റ്റിഫറസ് ഡക്റ്റ് ആണ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ വേ ഹൗ ദ മിൽക്ക് ഈസ് സെക്രീറ്റഡ്. ഇങ്ങനെയാണ് മിൽക്ക് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന രീതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. മെയിൽ ഗമേറ്റിൻ്റെ പേരെന്താ? സ്പേം. സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ്. ഫീമെയിൽ ഗമേറ്റ് ആണ് ഓവം. ഓവം ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഊജെനസിസ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്പെർമാറ്റോജെനസിസും ഊജെനസിസും ആണ്. ഓക്കെ, സ്പെർമാറ്റോജെനസിസും ഊജെനസിസും പഠിക്കാം. റെഡി അല്ലേ? യെസ്. ആദ്യം സ്പെർമാറ്റോജെനസിസ്, സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ്. സ്പേം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനൊരു അമ്മ സെല്ല് വേണം. ആ അമ്മ സെല്ലിൻ്റെ പേരാണ് സ്പെർമാറ്റോഗോണിയ. അപ്പോൾ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന അമ്മ സെല്ലിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? സ്പേം ഉണ്ടാകുന്നത്. അമ്മമാരെല്ലാം ഡിപ്ലോയിഡ് ആണ്. ഓർത്തിരുന്നോളൂ, അമ്മമാരെല്ലാം ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, അമ്മമാരെല്ലാം ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയ അമ്മയാണ്, അതുകൊണ്ട് തന്നെ അത് ഡിപ്ലോയിഡും ആയിരിക്കും. സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ മെയിൽ ജേം സെൽസ്, അവന്മാരാണ് ആള്. അവന്മാരിൽ ഒരാളുടെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയ. അത് അമ്മ സെല്ലാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, അമ്മയുടെ സെല്ലെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് ചുമ്മാ ഒരു അമ്മ സെല്ല് പേരിട്ടെന്നേ ഉള്ളൂ. അമ്മമാരെല്ലാം ഡിപ്ലോയിഡ് ആണെന്ന് ഓർത്തോളണേ. അപ്പോൾ സ്പെർമാറ്റോഗോണിയ ഡിപ്ലോയിഡ് ആണ്. ആ സെല്ല് ഇങ്ങനെ കട്ടക്കടക്കടക്കടാന്ന് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു സെല്ല് 2 സെല്ലാകുന്നു, 2 സെല്ല് 4 സെല്ലാകുന്നു. ചുമ്മാ മൈറ്റോസിസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കളിക്കും. അതിൽ ആ അവസാനം നമുക്ക് ആ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന അതിനെ ആ സെല്ലുകളെ, പുത്തൻ സെല്ലുകളെ, കുഞ്ഞു സെല്ലുകളെ, ഇപ്പോൾ ഉണ്ടായ സെല്ലുകളെ നമുക്ക് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. പ്രൈമറികളെല്ലാം ഡിപ്ലോയിഡ് ആണ്. ഓർത്ത് വെച്ചോളൂ, പ്രൈമറികളെല്ലാം ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഇവനും ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി ആയതുകൊണ്ട് ഇവനും ഡിപ്ലോയിഡ് ആണ്. ഇവനിലാണ് മിയോസിസ് നടക്കാൻ പോകുന്നത്. മക്കളെ, മിയോസിസ് എത്ര സ്റ്റെപ്പുള്ള ഡിവിഷനാണ്? മിയോസിസ് 2 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? മിയോസിസ് 1ഉം മിയോസിസ് 2. അപ്പോൾ മിയോസിസ് 1ഉം മിയോസിസ് 2ഉം ഇനി ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇതാ മിയോസിസ് 1 നമ്മൾ ഒരെണ്ണം എടുക്കുന്നത്, ഒറ്റ ഒരെണ്ണം. അതിൽ മിയോസിസ് 1 നടക്കുന്നു. ഇതാ മിയോസിസ് 1 നടക്കുമ്പോൾ അതിൽ നിന്ന് 2 സെല്ലുകൾ ഉണ്ടാകും. ആ 2 സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്നാണ്. ദേ ആർ കോൾഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. സെക്കൻഡറികളെല്ലാം ഹാപ്ലോയിഡ് ആണ്. സെക്കൻഡറികളെല്ലാം ഹാപ്ലോയിഡ് ആണ്. സോ ഇവൻ ഹാപ്ലോയിഡ് ആയിരിക്കും.
ഓക്കെ, ഹാപ്ലോയിഡ്, പകുതി ക്രോമസോംസേ അവരിൽ കാണത്തുള്ളൂ. ഈ പറയുന്ന മിയോസിസ് 1 നടന്നതിന് ശേഷം പിന്നെ ഇതിൽ മിയോസിസ് 2 നടക്കും. മിയോസിസ് 2 നടക്കുമ്പോൾ വീണ്ടും ഓരോന്ന് 2 ഡിവൈഡ് ചെയ്യും. സോ മിയോസിസ് 2 ആണ് ഇപ്പോൾ ഇവിടെ നടന്നത്. മിയോസിസ് 2 വഴി ഉണ്ടായ ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റിഡ്. അപ്പോൾ അവന്മാർ ഉറപ്പായിട്ട് ഹാപ്ലോയിഡ് തന്നെയായിരിക്കും. ഇനിയുള്ള എല്ലാവരും ഹാപ്ലോയിഡാണ്. സ്പെർമാറ്റിഡ്, അവന്മാരുടെ പേരെന്താ? സ്പെർമാറ്റിഡ്. ഈ സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സെല്ലാണ് കേട്ടോ, സാധാരണ ഒരു സെല്ല്. ഇത് പിന്നീട് ഒരു സ്പേം എന്ന് പറയുന്ന ഒരു അടിപൊളി സെല്ലെന്ന് പറയുന്ന പുത്തൻ സെല്ല്, ഒരു നായകനായിട്ടുള്ള സെല്ലിലേക്ക് രൂപം മാറണം അല്ലേ. സോ ഒരു സാധാരണ സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സാധാ സെല്ല് സ്പേം സെൽ എന്ന് പറയുന്ന സുന്ദരനായ നായകനായിട്ട് മാറാൻ പോവുകയാണ്. ആ രൂപമാറ്റം വഴിയാണ് സ്പെർമാറ്റിഡുകൾ എന്തായിട്ട് മാറുന്നത്? സ്പേം അഥവാ സ്പെർമാറ്റോസോവ എന്ന് പറയുന്ന സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. അപ്പോൾ സ്പെർമാറ്റോസോവയും ഹാപ്ലോയിഡ് ആണ്. സോവ എന്ന് വെച്ചാൽ സെൽ എന്നാണ്, സ്പെർമാറ്റോസോവ എന്ന് വെച്ചാൽ സ്പേം സെൽ എന്നാണ്. അങ്ങനെയാണ് ഇവന്മാർ എന്തായിട്ട് മാറുന്നത്? സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. മറക്കരുത്, സ്പേം സെല്ലുകൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. സാധാരണ ഒരു സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ അഥവാ സ്പേം സെല്ലായി രൂപം മാറുന്ന അല്ലെ, പടച്ചട്ടയൊക്കെ അണിഞ്ഞ് കൊമ്പൊക്കെ വെച്ച് വാലൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു പുതിയ രൂപത്തിലേക്ക് മാറുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. സ്പെർമിയോജനസിസ്. അപ്പോൾ സ്പെർമിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് സ്പെർമാറ്റിഡുകൾ എന്തായിട്ട് മാറുന്നത്? സ്പെർമാറ്റോസോവ അഥവാ സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇതാണ് സ്പെർമാറ്റോജനസിസ്. ഒരു ആൺകുട്ടിയിൽ ഈ പറയുന്ന സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 മുതൽ 15 ആകാം, 16, ചിലപ്പോൾ 19, 20 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. ഇതാണ് നമ്മൾ പ്യൂബർട്ടി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂബർട്ടി പീരീഡ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഈ പ്രോസസ്സ് ഒരു ആൺകുട്ടിയുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ആകുന്നത്. പേടിക്കണ്ട, ഇത്തിരി ലേറ്റായിട്ട് തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. കുഴി കാല് നീട്ടിയിരിക്കുന്നത് വരെയും ഈ പ്രോസസ്സ് അവിടെ ഉണ്ട്. അതായത് ജീവിതാവസാനം വരെയും സ്പെർമാറ്റോജനസിസ് നടക്കും. ഇതാണ് സ്പെർമാറ്റോജനസിസ്. മക്കളെ, നിങ്ങൾ തന്നെ നോക്കിയിട്ടെന്ന് പറഞ്ഞേ, ഒരു സ്പെർമാറ്റോജനസിസ് അഥവാ ഒരു മിയോസിസ് നടക്കുമ്പോൾ എത്ര സ്പേം സെല്ലുകളാണ് ഉണ്ടാകുന്നതെന്ന്? ഒരു സ്പെർമാറ്റോജനസിസ് അഥവാ ഒരു മിയോസിസ് നടന്നാൽ എത്ര സ്പേം സെല്ലുകൾ ഉണ്ടാകുന്നു? 4. മറക്കരുത്. ഓക്കെ, 4 സ്പേം സെല്ലുകളാണ് ഉണ്ടാകുന്നത്. ഒരു സ്പെർമാറ്റോജനസിസ് വഴി അല്ലെങ്കിൽ ഒരു മിയോസിസ് നടന്നാൽ 4 സ്പേം സെല്ലുകളാണ് ഉണ്ടാകുന്നത്. ഈ കണക്ക് തെറ്റിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നായകനൊന്ന് പരിചയപ്പെട്ടാലോ? സ്പേം. നമുക്ക് ഈ സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കിയാലോ? ഇത് നമ്മുടെ ഉണ്ടാകുന്ന എല്ലാവരും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഫിഗറാണ്. ഇതാണ് സ്പെർമാറ്റോഗോണിയ. ദിസ് ഈസ് ദി സെർട്ടോളി സെൽസ്, ഫുഡ് കൊടുക്കുന്ന സെല്ലുകൾ. ദെൻ ഇതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ദിസ് ഈസ് ദി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഇതാണ് സ്പെർമാറ്റിഡ് ആൻഡ് ദിസ് ഈസ് ദി സ്പെർമാറ്റോസോവ. അവന്മാർ കണ്ടോ തലകുത്തി നിൽക്കുന്നുണ്ടോ? നമ്മുടെ ഈ പറയുന്ന സെർട്ടോളി സെൽസിൽ ഇങ്ങനെ തലകുത്തി നിൽക്കും. എന്തിനായിരിക്കും തലയെ കുത്തി നിൽക്കുന്നത്? ഫുഡ് കഴിക്കാൻ അല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തലകുത്തി നിന്നാലല്ലേ പറ്റത്തുള്ളൂ. അതിനാണ് ഇങ്ങനെ സെർട്ടോളി സെൽസിൽ ശീർഷാസനത്തിൽ ചെന്ന് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ സെർട്ടോളി സെല്ല് പറയും മതിയാടാ കഴിച്ചത്, ഇറങ്ങി പോടാന്ന് പറയും അല്ലേ. അപ്പോൾ സെർട്ടോളി സെല്ലുകളിൽ നിന്നും സ്പേമിനെ റിലീസ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്, പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. സെർട്ടോളി സെല്ലുകളിൽ നിന്നും സ്പേമുകളെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പെർമിയേഷൻ നടക്കുമ്പോൾ സെർട്ടോളി സെല്ലുകൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് സെർട്ടോളി സെല്ലുകളിൽ നിന്നും സ്പേം സെല്ലുകൾ ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറയും. ആ വിജയീ ഭവ എന്നൊക്കെ പറഞ്ഞ് ആശീർവദിച്ച് പറഞ്ഞ് അങ്ങ് വിടും. ഓക്കെ, അങ്ങനെയാണ് സ്പേം സെല്ലുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്പേം സെല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം നമുക്ക്. സ്പേം സെൽ എടുത്തു കഴിഞ്ഞാൽ അവനൊരു തലയുണ്ട്, അവനൊരു ഉടലുണ്ട്, അവനൊരു വാലുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് എ ഹെഡ്. അതിനെന്താ പ്രധാനമായിട്ടുള്ള ഹെഡ് ഉണ്ട്. പിന്നെ നടുക്കുള്ള പോർഷനെ നമ്മൾ മിഡിൽ പീസ് എന്ന് വിളിക്കുന്നു. പിന്നെ എല്ലാം നീളമുള്ളൊരു ടെയിലും ഉണ്ട്. ഓക്കെ, ഇത്രയും ചേരുന്നതാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ലുകളായിട്ടുള്ള സ്പേം സെൽസ്. സ്പേം സെൽസിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അക്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ കാണും. ഈ അക്രോസോമൽ എൻസൈം ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ഓവത്തിൻ്റെ അകത്തേക്ക് അത് എത്തുന്നത്. സോ അതാണ് അക്രോസോം. അത് കഴിഞ്ഞാൽ അകത്ത് നമുക്ക് ന്യൂക്ലിയസ് കാണാം. ദെൻ മിഡിൽ പീസിനും ഹെഡും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നെക്ക് എന്ന് വിളിക്കുന്നു. മിഡിൽ പീസാണ് എഞ്ചിൻ, കുട്ടു 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 കുടു എന്നുള്ള എഞ്ചിൻ. ആ മുകളിലോട്ട് ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന എഞ്ചിൻ. അതിനകത്ത് നിറച്ച് മൈറ്റോകോൺട്രിയ എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസ് ഉണ്ട്. ഈ ഫ്രക്ടോസ് ഒക്കെ ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് എഞ്ചിൻ എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 10-12 മൈറ്റോകോൺട്രിയ അടുക്കടിക്കടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിയറിംഗ് എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? ആ ടെയില്. അപ്പോൾ ടെയിലിൻ്റെ ലാഷിംഗ് മൂവ്മെൻറ്റ്, ചാട്ടവാറ് പോലെയുള്ള മൂവ്മെൻറ്റ് കൂടി ആകുമ്പോൾ ഇങ്ങനെ കിടക്കിടക്കിടക്കിടാന്ന് ആര് മൂവ് ചെയ്യും? സ്പേം സെൽസ് മൂവ് ചെയ്യും. 1-2 അല്ലോ, 200 മുതൽ 300 മില്യൺ സ്പേംസ് ആണ് ഒരു സമയം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 200 മുതൽ 300 മില്യൺ സ്പേംസ് ആണ് ഒരു ഇജാക്കുലേഷനിൽ പുറത്തേക്ക് വരുന്നത്.
അപ്പോൾ ഇത്രയും സ്പേമുകളിൽ പക്ഷേ 60% മാത്രമേ നോർമൽ ഷേപ്പും സൈസും ഉണ്ടാകൂ. അതിൽ 40% മാത്രമേ വിഗറസ് മോഡിലിറ്റി, കിടിലമായിട്ടുള്ള അടിപൊളി ചലനശേഷി, നല്ല ഇങ്ങനെ എന്താ പറയുക, എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ പിടച്ചോണ്ടിരിക്കുക, എന്നെ വിടെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കും, നല്ല കടകടകടകടാ നിൽക്കും. അങ്ങനെയുള്ളവരെയാണ് വിഗറസ് മോട്ടിലിറ്റി എന്ന് പറയുന്നത്, നല്ല ചലനശേഷി. അതുള്ളതൊരു 40% ഉണ്ടാവത്തുള്ളൂ. 40% ഉണ്ടാവണം, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയപ്പോൾ ആക്ച്വലി കൗണ്ട് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്പേം എന്ന് പറയുന്ന നായകൻ. അപ്പോൾ നായകൻ റെഡി, നായകൻ വന്നിട്ടേൻ. അപ്പോൾ ഇനി നായികയുടെ അടുത്തോട്ട് പോയാലോ? യെസ്, ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ വിച്ച് ഈസ് കോൾഡ് oogenesis. ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ അഥവാ oogenesis സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു അമ്മ സെല്ല് വേണ്ടേ? ആ അമ്മ സെല്ലിൻ്റെ പേരാണ് ഊഗോണിയ. നേരത്തെ അവിടെ സ്പെർമാറ്റോഗോണിയ, ഇവിടെ ഊഗോണിയ. അപ്പോൾ ഊഗോണിയ അമ്മമാരെല്ലാം ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഊഗോണിയ എന്ന് പറയുന്ന സെല്ലുണ്ട്, അതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അതിങ്ങനെ കണ്ടിന്യൂസ്ലി നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് വഴി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകളാവും. പുതിയ സെല്ലുകളാകുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? പ്രൈമറി oocyte. ദേ ആർ കോൾഡ് പ്രൈമറി oocyte. ആ പ്രൈമറി oocyteലാണ് മിയോസിസ് നടക്കുന്നത്, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ അത് മിയോസിസ് നടക്കുമ്പോൾ മിയോസിസ് 2 ആയിട്ടല്ലേ നടക്കുക? മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. ആ 1 നടക്കുമ്പോൾ അത് 2 ഈക്വൽ സെല്ലുകളായിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, ഒരു വലിയ സെല്ലും ഒരു കുഞ്ഞു സെല്ലുമായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അൺഈക്വൽ ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതായത് ഒരു സെല്ല് ഇങ്ങനെയാണ് സാധാരണ ഡിവൈഡ് ചെയ്യുന്നത്, പക്ഷേ ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലുമായിട്ടായിരിക്കും. ആ വലിയ സെല്ലിനെ നമ്മൾ സെക്കൻഡറി oocyte എന്നും ചെറിയ സെല്ലിനെ നമ്മൾ ഫസ്റ്റ് പോളാർ ബോഡി എന്നും വിളിക്കും. ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് പോളാർ ബോഡി. ഫസ്റ്റ് പോളാർ ബോഡി. ക്ലിയർ ആണല്ലോ? ഈ സെക്കൻഡറി oocyteൽ അടുത്ത് മിയോസിസ് 2 നടക്കും. ഇതിലാണ് മിയോസിസ് 2 നടക്കുന്നത്. ആ മിയോസിസ് 2 നടക്കുമ്പോഴും അത് അൺഈക്വൽ ഡിവിഷനാണ്, ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. വലിയ സെല്ലിനെ നമ്മൾ ഓവം എന്ന് വിളിക്കുന്നു, ചെറിയ സെല്ലിനെ നമ്മൾ സെക്കൻഡ് പോളാർ ബോഡി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ 2 പോളാർ ബോഡികൾ ഉണ്ടാകുന്നത്. ഈ പോളാർ ബോഡികളെല്ലാം നശിച്ചു പോകും കേട്ടോ. അങ്ങനെ ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് oogenesis നടക്കുന്നത്. മക്കളെ, നിങ്ങൾ തന്നെ നോക്കൂ, ഇവിടെ oogenesis നടന്നല്ലോ. അപ്പോൾ ഒരു മിയോസിസ് നടന്നപ്പോൾ എത്ര ഓവമാണ് ഉണ്ടായെന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരൊറ്റ ഓവം, അല്ലേ? നേരത്തെ ഒരു മിയോസിസ് നടന്നപ്പോൾ 4 സ്പേം ഉണ്ടായി. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ ഒരു മിയോസിസ് വഴി ഒരേ ഒരു ഓവമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അവിടെ 4 എണ്ണം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരെണ്ണമാണ് ആകെ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് ഈ പറഞ്ഞതുപോലെ സ്മൂത്തായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ പഠിക്കാൻ എന്ത് എളുപ്പമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ഇതിങ്ങനെ സ്മൂത്തായിട്ടല്ല നടക്കുന്നത്. തുടങ്ങും, ബ്രേക്ക് ഇടും, ബാക്കി കണ്ടിന്യൂ ചെയ്യും, ബ്രേക്ക് ഇടും, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ സ്റ്റോപ്പ് ഇട്ട് പോസ് അടിച്ച് പോസ് പ്ലേ ഈ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ പ്യൂബർട്ടി ഏജിലാണ്, അല്ലേ? 13-14 വയസ്സാകുമ്പോഴാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. അതായത് ഈ പെൺകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടാകുകയാണ്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ആ സമയത്ത് തന്നെ ഈ പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ടാകുന്നു. സ്റ്റാർട്ടാകുമ്പോൾ അത് ഈ പറയുന്ന ഊഗോണിയ എന്താകുന്നു? പ്രൈമറി oocyteകളായിട്ട് മാറുന്നു. പ്രൈമറി oocyte സെക്കൻഡറി oocyte ആകുന്ന ആ ഒരു സ്റ്റേജ്, അതായത് മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലത്ത് വെച്ച് ഇത് പോസ് ചെയ്യപ്പെടും. സ്റ്റോപ്പ്, നമ്മൾ പെട്ടെന്ന് പറയും, കട്ട് എന്ന് പറയുന്നത് പോലെ സ്റ്റോപ്പ് ചെയ്യും. ഇതിൻ്റെ ബാക്കി ഇനി ഇത് കണ്ടിന്യൂ, അത് ബാക്കി ഡിവിഷൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് പ്യൂബർട്ടി ഏജ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്. പ്യൂബർട്ടി ഏജ് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇത് പിന്നീട് എന്തായിട്ട് മാറുന്നത്? സെക്കൻഡറി oocyte ആയിട്ട് മാറുന്നത്. സെക്കൻഡറികളെല്ലാം ഹാപ്ലോയിഡ് ആണ്, സെക്കൻഡറികളെല്ലാം ഹാപ്ലോയിഡും പ്രൈമറികളെല്ലാം ഡിപ്ലോയിഡും ആണ്, മറക്കരുതേ. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡറി oocyte ആകുന്നത് പ്യൂബർട്ടി ഏജ് ആകുമ്പോഴാണ്. എന്നിട്ട് ഈ സെക്കൻഡറി oocyteൽ പിന്നീട് ഓവമാകണമെങ്കിൽ ആര് വരണം? സ്പേം വരണം. അപ്പോൾ സ്പേം വന്നാൽ മാത്രമേ സെക്കൻഡറി oocyte എന്തായിട്ട് മാറൂ? ഓവമായിട്ട് മാറൂ. സോ ഇത്ര ഇങ്ങനെ നിന്ന് തുടങ്ങും, നിൽക്കും, തുടങ്ങും, നിൽക്കും, ഇങ്ങനൊരു രീതിയിലാണ് ഈ oogenesis പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ oogenesisൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈമറി oocyte എന്ന് പറയുന്ന ഫോം സെക്കൻഡറി oocyte ആകുന്നത് ഓരോ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോഴുമാണ്. അപ്പോൾ ഓരോ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ ഒരു പ്രൈമറി oocyte നമ്മൾ എന്താക്കി മാറ്റും? സെക്കൻഡറി oocyte ആക്കി മാറ്റും. സെക്കൻഡറി oocyte ഇനി ഓവമാണെങ്കിൽ ആര് വരണം? സ്പേം വരണം. സ്പേം വന്നാൽ മാത്രമേ ആ ലാസ്റ്റ് ഡിവിഷൻ നടക്കുകയുള്ളൂ, അതായത് മിയോസിസ് 2 നടക്കുകയുള്ളൂ. മിയോസിസ് 2 നടക്കണമെങ്കിൽ ആര് വരണം? സ്പേം വരണം. അപ്പോൾ സ്പേം വരാത്ത ഒരു സ്ത്രീകളിലും,
ആക്ച്വലി ഓവം പ്രൊഡക്ഷൻ ഇല്ല. അവിടെ ഏതേ ഉള്ളൂ, സെക്കൻഡറി ഊസൈറ്റേ ഉള്ളൂ. സെക്കൻഡറി ഊസൈറ്റ് വന്ന് കാത്തിരിക്കും. എവിടെ? ആംബുലർ റീജിയനിൽ കാത്തിരിക്കും. സ്പേം ചേട്ടൻ വന്നു എന്നാലോചിച്ചിരിക്കും. സ്പേം വന്നില്ലെങ്കിലോ അവിടെ ഇരുന്ന് നശിച്ചു പോകും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഓവമായിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ ആര് വരണം? സ്പേം വരണം. സ്പേം വന്നാലേ സെക്കൻഡറി ഊസൈറ്റ് എന്താകൂ? ഓവമായിട്ട് മാറത്തുള്ളൂ. സോ ഇതാണ് നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ പ്രൈമറി ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആകുന്നത്, പ്രൈമറി യൂസൈറ്റ് ആക്ച്വലി എംബ്രിയോണിക് സ്റ്റേജിലേ ഉണ്ടായി. പക്ഷേ സെക്കൻഡറി യൂസൈറ്റ് ആവണമെങ്കിൽ പിന്നെ ഒരു 10-13 വയസ്സ് വരെ കാത്തിരുന്ന് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ആവണം. അപ്പോൾ ഓരോ മെൻസ്ട്രൽ സൈക്കിളിൽ വെച്ചിട്ടാണ് ഈ പ്രൈമറി യൂസൈറ്റിൽ ഒരാളെ പിടിക്കുന്നു, അയാളെ സെക്കൻഡറി ആക്കി മാറ്റുന്നു. അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ അടുത്ത ആളെ എടുക്കുന്നു, സെക്കൻഡറി യൂസൈറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ പ്രൈമറി യൂസൈറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് എ പ്രൈമറി, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പുറത്തോട്ടൊന്ന് മാറ്റി പിടിക്കാം. ദിസ് ഈസ് എ പ്രൈമറി യൂസൈറ്റ്. ഓക്കെ, ദിസ് ഈസ് എ പ്രൈമറി യൂസൈറ്റ്. ഇയാൾക്ക് ചുറ്റും നമ്മൾ ആദ്യം ഒരു ലെയർ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പിന്നെ ഇതിനെ വിളിക്കുന്നത്. ദെൻ ഒരു ലെയർ കൊണ്ടുകൂടി നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ്. അടുത്ത് നമ്മൾ ഒരു ലെയർ കൊണ്ടുകൂടി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പേര് ടെറിഷറി ഫോളിക്കിൾ എന്നാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഒരു 2 ലെയേഴ്സ് കൂടിയുള്ള പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ. സോ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഓവം എന്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്? പ്രൈമറി യൂസൈറ്റ് ആണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇരുന്നു കൊണ്ടാണ് അയാൾ സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറുന്നത്. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നാണ് ഈ സെക്കൻഡറി യൂസൈറ്റ് പിന്നീട് റിലീസ് ചെയ്യുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് ഓവത്തിന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവത്തിന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പസ് ലൂട്ടിയം പൊട്ടിയതിന് ശേഷം ഇവിടെ നോക്കിയോ, സപ്പോസ് നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ കോർപ്പസ് ലൂട്ടിയം ഇവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇവിടെ പൊട്ടുന്നു. നോക്കിയോ, പൊട്ടുന്നു, കണ്ടോ? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയതിന് ശേഷം ഓവത്തിന് റിലീസ് ചെയ്യണേ. ഓവൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങൂല, പകരം 1-2 ലെയറിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ആ ലെയേഴ്സിനോടൊപ്പം ഇതിങ്ങനെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഓവത്തിന് പുറത്തേക്ക് റിലീസ് ചെയ്യും വിത്ത് സം ലെയേഴ്സ്. അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും കേട്ടോ, കാരണം അതിൻ്റെ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഡിവിഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതിനെയാണ് ഓവുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ സ്ട്രക്ചർ, ഗ്രാഫിയൻ ഫോളിക്കിളിന് വെളിയിലൊരു ലെയർ ഉണ്ട്. അതിൻ്റെ പേരാണ് തീക്ക എക്സ്റ്റേണ. ഓക്കെ, തീക്ക എക്സ്റ്റേണ. ഏറ്റവും വെളിയിലുള്ള ലെയറിനെയാണ് തീക്ക എക്സ്റ്റേണ എന്ന് വിളിക്കുന്നത്. തൊട്ടകത്തൊരു ലെയർ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്ക ഇൻറ്റേണ. പിന്നെ അതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, സ്പേസ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ്രം. ഇറ്റ് ഈസ് കോൾഡ് ആൻഡ്രം. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രം. അതിനകത്ത് ഓവത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 2 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, 2 ലെയേഴ്സ്. ആദ്യത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ. അതിൻ്റെ അകത്തുള്ള ലെയർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സോണ പെലൂസിഡ. ഓക്കെ, ഏറ്റവും വെളിയിലുള്ള ലെയർ ഏതായിരുന്നു? തീക്ക എക്സ്റ്റേണ. അതിൻ്റെ അകത്തുള്ളത് തീക്ക ഇൻറ്റേണ. അതിനകത്തുള്ളത് ആൻഡ്രം, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ആണ് ആൻഡ്രം. അതിനകത്തുള്ള 2 ലെയേഴ്സ് ഏതൊക്കെയാ? കൊറോണ റേഡിയേറ്റയും സോണ പെല്ലൂസിഡയും. കൊറോണയൊക്കെ നിങ്ങൾ കേട്ടും അടുത്ത വാക്കായിരിക്കും അല്ലേ? കൊറോണ റേഡിയേറ്റയും അതിനകത്തുള്ള സോണ പെല്ലൂസിഡ. ഈ കൊറോണ റേഡിയേറ്റയും സോണ പെല്ലൂസ ലെയറിൻ്റെയും പ്രൊട്ടക്ഷനോട് കൂടിയാണ് ആക്ച്വലി നമ്മുടെ സെക്കൻഡറി യൂസൈറ്റ് പുറത്തേക്ക് മന്ദം ഇറങ്ങുന്നത്. ഓക്കെ, സോ ഇവരുടെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇയാൾ ആംബുലറി റീജിയനിൽ പോയിട്ട് സ്പേം ചേട്ടൻ ഇപ്പം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രൊട്ടക്ഷൻ, ഇവരുടെ ഒരു മതിൽ ഇവർ ഈ ഭടന്മാർ ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പാവം പെൺകുട്ടിയല്ലേ പുറത്തേക്ക് ഇറങ്ങുന്നത്, അപ്പം കവർ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് സ്ത്രീകളിൽ മാത്രം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലേക്കൊന്ന് പോകാം, വിച്ച് ഈസ് കോൾഡ് മെൻസ്ട്രൽ സൈക്കിൾ. 28 മുതൽ 29 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ സൈക്കിളിലെ ദിവസങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 3 കാലഘട്ടങ്ങളായിട്ട് തിരിക്കും. ആദ്യത്തെ ഒരു 4 ദിവസത്തെ നമ്മൾ മെൻസ്ട്രൽ ഫേസ് അഥവാ മെൻസ്ട്രുവേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10 ദിവസം, മൊത്തം 14ാമത്തെ ദിവസം വരെ, 4 മുതൽ 14ാമത്തെ ദിവസം വരെ നമ്മൾ വിളിക്കുന്ന പേര് ഫോളിക്കുലാർ ഫേസ് അഥവാ
പ്രോളിഫറേറ്റീവ് ഫേസ്, ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസ്. അത് കഴിഞ്ഞ് 14ാമത്തെ ദിവസമാണ് മെൻ ഓവുലേഷൻ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 15 മുതൽ ഉള്ള ബാക്കി 28 മുതൽ 29 ദിവസം, ആ ദിവസങ്ങളെയാണ് ലൂട്ടിയൽ ഫേസ് അഥവാ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ഫേസിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ആദ്യത്തെ ഒരു 4 ദിവസം അവിടെ നിൽക്കട്ടെ, അതിന് ശേഷമുള്ള തൊട്ട് നമുക്ക് തുടങ്ങാം. 4ാം ദിവസം മുതൽ 4ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ സ്ത്രീയുടെ ബോഡിയിൽ 2 ഹോർമോൺസിൻ്റെ അളവ് അങ്ങോട്ട് കൂടാൻ തുടങ്ങി. ഒന്ന് ലൂട്ടിനൈസിങ് ഹോർമോൺ LH-ഉം രണ്ടാമത്തെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH-ഉം. ഇതിൻ്റെ അളവ് ഇങ്ങനെ കടക്കടക്കടാ കൂടി വരാൻ തുടങ്ങി. ആദ്യത്തെ കാലം അടുത്ത ദിവസം കുറച്ചുകൂടി കൂടുതൽ, അതിനടുത്ത ദിവസം കുറച്ചുകൂടി കൂടുതൽ, അങ്ങനെ കൂടി വരുന്നു. അതിങ്ങനെ കൂടുന്ന കണ്ടപ്പോൾ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആകുന്നു, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ഫോളിക്കിൾ ആകുന്നു, ടെർഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന മെച്ചർ ഫോളിക്കിളായിട്ട് മാറുന്നു. ഈ സമയം 2 ഹോർമോൺസിൻ്റെ അളവും കൂടി വരികയാണ്. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായി, സെക്കൻഡറി ഊസൈറ്റ് അതിനകത്ത് ഫോം ചെയ്തു. 14ാമത്തെ ദിവസമായപ്പോൾ LH ഹോർമോണിൻ്റെ അളവ് കൊണ്ടങ്ങ് റോക്കറ്റ് പോലെ അങ്ങ് കൂടി. അങ്ങനെ LH ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് LH സർജ്. അങ്ങനെ LH സർജ് സംഭവിക്കുകയും LH ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യും. കൂടെ FSH ഉണ്ട് കേട്ടോ, FSH താഴേന്ന് പിടിക്കുന്നുണ്ട്, അതിൻ്റെ അളവും കൂടും. അങ്ങനെ 14ാമത്തെ ദിവസം LH ഹോർമോണിൻ്റെയും FSH ഹോർമോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഒരാളുടെ ഹോർമോണും കൂടിയുണ്ട് ഈസ്ട്രോജൻ്റെ അളവും കൂടും. അങ്ങനെ എല്ലാവരുടെയും കൂടുതലായി നിൽക്കുന്ന ആ സമയം അത് സംഭവിക്കും, ഓവുലേഷൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ആ 14ാം ദിവസം ഹോർമോണുകളുടെ അളവുകൾ ഉച്ചസ്ഥായിലാകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവത്തിനെ റിലീസ് ചെയ്ത് ഓക്കെ, ആ ഓവം നേരെ ആംബുലർ റീജിയനിൽ ചെന്ന് സ്പേമിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ സമയം ഈ പൊട്ടിയിട്ട് ഇത് ആളിറങ്ങിയങ്ങ് പോയി. എന്നാൽ ഇവിടെ മിച്ചം കുറേ ഭാഗങ്ങളുണ്ട് അല്ലേ, ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ റംനൻസ് കുറേ ഇവിടെ മിച്ചമുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് ഒരു വൈറ്റ് എല്ലോയിഡ് സ്ട്രക്ചറായിട്ട് മാറും. അതിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ജോലി പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം 14ാമത്തെ ദിവസത്തിന് ശേഷം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന പുതിയ ഒരാൾ അവിടെ അവതരിക്കുകയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോൺ പതുക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ അളവ് പതുക്കെ കൂടി വരികയും ചെയ്യും. ഓവം അവിടെ പോയി കാത്തിരിക്കുന്നത് ആരെയാ? സ്പേമിനെ കാത്തിരിക്കുന്നത്. 1 ദിവസം 2 ദിവസമൊക്കെ കാത്തിരിക്കും, അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ ശരീരം വിചാരിക്കും അയ്യോ ഓവം അവിടെ എത്തിയിട്ടുണ്ട്, സ്പേം ഇപ്പം എത്തും. സ്പേം എത്തിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞാവും. ഈ കുഞ്ഞെവിടെയാണ് വളരാനുള്ളത്? യൂട്രസിൽ. അപ്പോൾ യൂട്രസിന് പറയും യൂട്രസ് റെഡിയാവും ഇത് അവിടെ ഓവം വന്നിരിപ്പുണ്ട്, ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നത് കൊച്ചായി കഴിഞ്ഞ് ഇവിടെ വന്നാൽ വളരാനുള്ളത് റെഡിയായിക്കുമെന്ന് പറയും. അപ്പോൾ യൂട്രസ് എന്ത് ചെയ്യും? യൂട്രസ് ഇത് കേട്ടപാടെ യൂട്രസ് അങ്ങോട്ട് റെഡിയാവാൻ തുടങ്ങുന്നത്. നോക്കിയേ യൂട്രസിൻ്റെ എൻഡോമെട്രിയം കണ്ടോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിലേക്ക് ഇഷ്ടംപോലെ ബ്ലഡൊക്കെ സപ്ലൈ ചെയ്ത് യൂട്രസൊക്കെ ഒന്ന് ഫ്ലഫി ആയിട്ടിരിക്കുക അല്ലേ, അല്ല റെഡി ആയിട്ടിരിക്കുക. ഇപ്പോൾ കൊച്ചു വരും, എൻ്റെ ശരീരത്തിൽ എവിടെയാണല്ലോ വളരാനുള്ളത്, അപ്പോൾ കൊച്ചിനകത്ത് ആലോചിക്കാനുള്ള ബെഡൊക്കെ റെഡിയാക്കി എൻഡോമെട്രിയം റെഡി ആയിട്ടിരിക്കും. പക്ഷേ ആരും വരാൻ പോകുന്നില്ല, സ്പേമും വന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല. ഓവർ 2 ദിവസം ഇരുന്നിട്ട് ഓവർ നശിച്ച് പോവുകയും ചെയ്തു. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് ഡൗൺ ആയി കണ്ടോ, കുറഞ്ഞു. കോർപ്പസ് ലൂട്ടിയം നശിച്ചു. അപ്പോഴാണ് ഈ എൻഡോമെട്രിയത്തിനെ പറ്റിയ പണി കിട്ടിയെന്ന് മനസ്സിലായത്. ചുമ്മാ കാത്തു കെട്ടി ഒരുക്കി വെച്ചുകൊണ്ടിരുന്നു. 14 ദിവസം അത് കാത്തു കെട്ടിയിരുന്നു. 29ാമത്തെ ദിവസമായപ്പോഴാണ് സംഭവം മനസ്സിലായത്, തന്നെ പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഈ യൂട്രൈൻ വാൾ അകത്തേക്ക് വലിയും. എൻഡോമെട്രിയം അകത്തേക്ക് വലിയുമ്പോൾ ബ്ലഡ് കാപ്പിലറീസ് പൊട്ടുകയും അങ്ങനെയാണ് മെൻസസ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അതാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 ദിവസം. അത് കഴിയുമ്പോൾ ഈ എൻഡോമെട്രിയത്തിന് ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാക്കാൻ അകത്തേക്ക് വലിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ക്രാക്സ് ഉണ്ടാകും. ഈ ക്രാക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പാച്ച് വർക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് അടുത്ത സൈക്കിളിലേക്ക് അത് എൻ്റർ ചെയ്യുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ മെൻസ്ട്രൽ സൈക്കിൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ ഗ്രാഫ് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിച്ചോ. LH സർജ് അതെല്ലാവർക്കും അറിയാം. 14 ദിവസം കൊണ്ട് കൂടുന്ന ഹോർമോൺ അത് LH ആണ്. അതിൻ്റെ തൊട്ട് താഴെ കൂടുന്നത് FSH ആണ്.
2 മല പോലെ ഇരിക്കുന്ന ഹോർമോൺ ആണെങ്കിൽ അത് ഈസ്ട്രജൻ ആണ്. 14ാമത്തെ ദിവസത്തിന് ശേഷം കൂടുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. ഇങ്ങനെയാണ് അത് ഓർത്ത് വയ്ക്കേണ്ടത്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റിലേക്ക് പോകുന്ന LH, തൊട്ട് താഴെ ഹയസ്റ്റിലേക്ക് പോകുന്ന FSH. 2 മല പോലെ ഇരിക്കുന്ന, കണ്ടോ, സൂര്യൻ ഉദിക്കുന്ന മല പോലെ ഇരിക്കുന്നത്, ഒരു മല പോലെ ഇരിക്കുന്ന ഹോർമോൺ, അതാണ് ഈസ്ട്രജൻ. ദെൻ 14ാമത്തെ ദിവസത്തിന് ശേഷം കൂടുന്നതാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. 14ാമത്തെ ദിവസത്തിന് ശേഷം കൂടുന്നതാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഈ എൻഡോമെട്രിയം, ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഇതായിരുന്നു, ഈ എൻഡോമെട്രിയം എന്തുകൊണ്ടാണ് ഉള്ളിലേക്ക് വലിഞ്ഞത്? വരാന്ന് പറഞ്ഞ ആൾ വന്നില്ല അല്ലേ, സ്പേം വന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല, പിന്നെ ഞാൻ എന്തിനാ കെട്ടിയൊരുങ്ങിയിരിക്കുന്നത്? അതായിരുന്നു എൻഡോമെട്രിയത്തിൻ്റെ ചിന്ത. അങ്ങനെ എൻഡോമെട്രിയം തിരിച്ചു വലിഞ്ഞത്. പക്ഷേ സ്പേം വന്നിരുന്നെങ്കിലോ, ഫെർട്ടിലൈസേഷൻ നടന്നിരുന്നെങ്കിലോ, കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കും? ഈ എൻഡോമെട്രിയത്തിലെ ആ കുഞ്ഞ് വരും, ഇവിടെ ആ കുഞ്ഞ് വളരും. യെസ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്പേം എൻ്റർ ചെയ്യാത്തൊരു സ്ത്രീയുടെ ശരീരത്തിലായിരിക്കും. സ്പേം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെൻസ്ട്രൽ സൈക്കിൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അടുത്ത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് അവിടെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്, ഫെർട്ടിലൈസേഷൻ. സ്പേം വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മക്കളെ, ഓവം അവിടെ എത്തുന്ന സമയവും സ്പേം അവിടെ എത്തുന്ന സമയം ഒരുമിച്ച് വന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അല്ലാതെ എല്ലാ സെക്ഷൽ കോയിറ്റസിലും ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല. സ്പേം അവിടെ ചെല്ലുമ്പോൾ ഓവം ഇല്ലെങ്കിലോ? അപ്പോൾ ഓവം റിലീസ് ചെയ്ത 14-15 ദിവസങ്ങളാണ്. 14-15 ദിവസങ്ങളിൽ സ്പേം എത്തിയാൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ? കുഞ്ഞുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സെക്ഷൽ കോയിറ്റസ് ഒരിക്കലും കുഞ്ഞിലേക്ക് ലീഡ് ചെയ്യില്ല. ഇത് രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ആ ഒരു കോയിറ്റസ്, അത് മാത്രമേ കുഞ്ഞിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു കോയിറ്റസ് നടന്നു എന്ന് തന്നെ വിചാരിക്കും നിങ്ങൾ. സ്പേം അവിടെ എത്തി, ഓവവും അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യം സംഭവിക്കുക, സ്പേം സെൽ എത്തുമ്പോൾ അതിന് ചുറ്റും ആദ്യത്തെ ലെയറായിട്ടുള്ള കൊറോണ റേഡിയേറ്റ ലെയർ ഉണ്ടല്ലേ. അപ്പോൾ ഈ കൊറോണ റേഡിയേറ്റ ലെയറിനെ തകർത്തുകൊണ്ട് സ്പേം ആദ്യം ഉള്ളിലേക്ക് കടക്കും. അപ്പോഴുണ്ട് വലിയൊരു കോട്ട, സോണ പെല്ലൂസിഡ ലെയർ. സോണ പെല്ലൂസിഡ ലെയറിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആയുധം കൊണ്ടാണ് സ്പേം വരുന്നത്. ആരുണ്ട്? അക്രോസോം. ഈ അക്രോസോമിനകത്തുള്ള എൻസൈംസ് ഇവിടെ തളിക്കും അങ്ങോട്ട്. അങ്ങനെ അക്രോസോമൽ എൻസൈംസ് ഉപയോഗിച്ച് സോണ പെല്ലൂസിഡ ലെയറിനെ തട്ടി മാറ്റിക്കൊണ്ട് ആദ്യത്തെ സ്പേം ഉള്ളിലേക്ക് കടക്കും. പക്ഷെ അപ്പോഴേക്കും സോണ പെല്ലൂസിഡ ലെയർ നോക്കുമ്പോൾ ഏതോ ഒരുത്തൻ അകത്ത് കയറി. സോണ പെല്ലൂസിഡ ലെയറിൻ്റെ സ്വഭാവം അത്രയും മാറും. സോണ പെല്ലൂസിഡ ലെയർ ആ ഉണ്ടായ ചെറിയ ഹോളില്ലേ അതും കൂടി അങ്ങ് അടച്ചിട്ട് ഇനി ആര് വന്ന് അക്രോസോമൽ എൻസൈം ഇവിടെ ഒഴിച്ചാലും ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ പെർമിബിലിറ്റി മാറും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു സ്പേമിന് മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ, വിച്ച് ഇസ് കോൾഡ് മോണോസ്പേമിക് എൻട്രി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോസ്പേമിക് എൻട്രി. അതായത് ഒറ്റ സ്പേമിന് മാത്രമേ അകത്തേക്ക് കടക്കാൻ സാധിക്കൂ. മോണോസ്പേമിക് എൻട്രി. സ്പേം അവിടെ എത്തിക്കഴിയുമ്പോൾ ഹായ് സ്പേം ചേട്ടൻ വന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കില്ല സെക്കൻഡറി യൂസൈറ്റ്. അതിൻ്റെ മിയോസിസ് 2 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ഓവമായിട്ട് മാറണം. അതാണ് അതിൻ്റെ അടുത്ത പരിപാടി. കാരണം സ്പേം വന്നാലാണ് ആ ലാസ്റ്റ് മിയോസിസ് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പേം വന്നു, ലാസ്റ്റ് മിയോസിസ് ഡിവിഷൻ നടന്നു. അങ്ങനെ സ്പേമും എത്തി, സ്പേമിൻ്റെ ന്യൂക്ലിയസും എത്തി, ഓവത്തിൻ്റെ ന്യൂക്ലിയസും റെഡിയാവും. രണ്ടും കൂടി ഫെർട്ടിലൈസ് ചെയ്ത് ആദ്യത്തെ നമ്മളെന്ന് പറയുന്ന സൈഗോട്ടായിട്ട് മാറുന്നു. അങ്ങനെയാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. മനസ്സിലായോ മക്കളെ? ഇങ്ങനെയാണ് ആരുണ്ടാകുന്നത്? സൈഗോട്ട് ഉണ്ടാകുന്നത്. ഈ സൈഗോട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാകാം, ചിലപ്പോൾ അത് പെൺകുഞ്ഞാകാം. ഓക്കെ, ആൺകുഞ്ഞുമാകാം, ചിലപ്പോൾ അത് പെൺകുഞ്ഞുമാകാം. ശ്രദ്ധിച്ചോളൂ, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അച്ഛൻ എന്ന് പറയുന്നത് XY ആണ്, അമ്മ എന്ന് പറയുന്നത് XX ആണ്. ഓക്കെ, അച്ഛനിൽ നിന്ന് 2 ടൈപ്പ് സ്പേംസാണ് ഉണ്ടാകുന്നത്. X ഉള്ള സ്പേമും ഉണ്ടാകും, Y ഉള്ള സ്പേമും ഉണ്ടാകും. അമ്മയിൽ നിന്ന് ആകെ X എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓവം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അച്ഛൻ്റെ X സ്പേമും അമ്മയുടെ X ഓവവും കൂടിയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന XX അഥവാ പെൺകുഞ്ഞായിരിക്കും. അതേസമയം Y സ്പേമും X ഓവവും കൂടിയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന XY ആൺകുഞ്ഞായിരിക്കും. അപ്പോൾ ഒരു ആൺകുഞ്ഞ് പെൺകുഞ്ഞ് ഉണ്ടാകണം എന്നത് തീരുമാനിക്കുന്നത് ആക്ച്വലി അച്ഛനിൽ നിന്ന് വരുന്ന സ്പേമാണ്. ഏത് സ്പേമാണോ അവിടെ പോയി ഫെർട്ടിലൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ഇടുന്നത് പോലെ ഹെഡ് ഓർ ടൈൽസ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആൺകുഞ്ഞ്, ചിലപ്പോൾ പെൺകുഞ്ഞ്. ടെക്നിക്കലി ഓർ സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛനാണ് തീരുമാനിക്കുന്നത്, അല്ലെ അച്ഛൻ്റെ സ്പേമാണ് അത് തീരുമാനിക്കുന്നത് ആണാവണോ പെണ്ണാവണോ എന്നുള്ളത്. സാധാരണ പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഇതിനെല്ലാം നീ പ്രസവിക്കുന്നതെല്ലാം പെൺകുഞ്ഞെന്ന് പറഞ്ഞ് പഴി കേൾക്കുന്നതാരാ? അമ്മമാരാ. പക്ഷെ അമ്മയ്ക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. അച്ഛനെ വേണം അങ്ങനെ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയണത്. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ പറയുന്നതൊക്കെ അച്ഛനെ നോക്കി പറയണം.
കാരണം സയൻറ്റിഫിക്കലി അച്ഛൻ്റെ സ്പേമുകളാണ് കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ അച്ഛന് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. അച്ഛൻ വിചാരിച്ച എക്സ് മാത്രം പോട്ടെ, വൈ മാത്രം പോട്ടെ എന്നൊരു അച്ഛന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും റോളൊന്നുമില്ല. പക്ഷേ സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ് ഒരു കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് സൈഗോട്ടാണ് അല്ലേ. ഈ സൈഗോട്ട് ഇതിനകത്ത് സൈഗോട്ട് ഒരു സെല്ലാണ് അല്ലേ, അത് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. സെല്ലുകൾ 4 സെല്ലാകും, 8 സെല്ല്, അങ്ങനെ ഡിവൈഡ് ചെയ്യും. സെല്ലിങ്ങനെ കട്ടക്കടന്ന് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ഓക്കെ, സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. ക്ലീവേജ് നടന്നിട്ടുണ്ടാകുന്ന 2 സെല്ല്, 4 സെല്ല്, 8 സെല്ല്, 16 സെല്ലിൻ്റെ ഒക്കെ സ്റ്റേജുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് വിളിക്കും. ബ്ലാസ്റ്റോമിയേഴ്സ്. അതിൽ തന്നെ 8 മുതൽ 16 സെല്ലിൻ്റെ ബ്ലാസ്റ്റോമിയേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോറുല എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് മോറുല. ഈ മോറുല പിന്നീട് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറിലേക്ക് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നീട് ആ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഔട്ടർ കവറിംഗ് ഉണ്ട്, അകത്ത് കുറേ സെല്ലുകളുടെ ഗ്രൂപ്പും ഉണ്ട്. ഔട്ടർ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. അകത്തുള്ള സെല്ലുകളുടെ ഗ്രൂപ്പിനെ ഇന്നർ സെൽ മാസ് എന്നാണ് വിളിക്കുന്നത്. ഇന്നർ സെൽ മാസ്. ഓക്കെ, അപ്പോൾ പുറത്തുള്ള ലെയറിനെ എന്താ വിളിക്കുന്നത്? ട്രോഫോബ്ലാസ്റ്റ് എന്നും അകത്തുള്ള സെല്ലുകളുടെ ഗ്രൂപ്പിനെ ഇന്നർ സെൽ മാസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ. ഈ ബ്ലാസ്റ്റോസിസ്റ്റാണ് അമ്മയുടെ യൂട്രസിൽ വന്ന് എന്ത് ചെയ്യുന്നത്? ഇംപ്ലാന്റ് ചെയ്യുന്നത്, അമ്മയുടെ യൂട്രസുമായിട്ട് ചേരുന്നത്. അപ്പോൾ സപ്പോസ് ഇതാണ് യൂട്രസ് എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് എ യൂട്രസ്. ആ യൂട്രസിലേക്ക് ഇത് യൂട്രസിൻ്റെ വാള്, ആ യൂട്രസിലേക്ക് ഈ കുഞ്ഞ് വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ അമ്മയുടെ ശരീരവുമായിട്ട് കുഞ്ഞിൻ്റെ ശരീരം മേക്ക് ചെയ്യും ത്രൂ സം എക്സ്റ്റൻഷൻ. വിരൽ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് അതിനെ വിളിക്കുന്ന പേര് കൊറിയോണിക് വില്ലായി എന്നാണ്. ആ വില്ലൈകൾ അമ്മയുടെ വില്ലയും കുഞ്ഞിൻ്റെ വില്ലയും കൂടി ഇങ്ങനെ ചേർന്ന് പുതിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് പ്ലാസെൻറ്റ. മെറ്റേണൽ ബോഡി, അമ്മയുടെ ശരീരവും കുഞ്ഞിൻ്റെ ശരീരവും തമ്മിൽ ചേരുന്ന ആ സ്ട്രക്ചറിനെയാണ്, കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് പ്ലാസെൻറ്റ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാസെൻറ്റയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. പ്ലാസെൻറ്റയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, അതുവഴിയാണ് അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിലേക്ക് ന്യൂട്രിയൻസ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയും കഴിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല കൊച്ചിനും കൂടി വേണ്ടിയിട്ടാണ് കഴിക്കണേന്ന് പറയും. കാരണം അമ്മയുടെ ന്യൂട്രിയൻസ് ആണ് കുഞ്ഞിലേക്ക് പോകുന്നത്. അതുപോലെ അമ്മ എടുക്കുന്ന ശ്വാസത്തിൽ നിന്ന് ഓക്സിജൻ കുഞ്ഞിലേക്ക് പോകുന്നതും ഈ പ്ലാസെൻറ്റ വഴിയാണ്. അപ്പോൾ അമ്മ ശ്വസിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല കൊച്ചിനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി കൊച്ചൻ വിരുദ്ധന തിരിച്ചു കൊടുക്കും. എന്താണെന്നറിയാമോ? വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ കൊച്ചിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തിരിച്ചു കൊടുക്കുന്നതും ഈ പ്ലാസെൻറ്റ വഴിയാണ്. അപ്പോൾ പ്ലാസെൻറ്റ വഴിയാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. തീർന്നില്ല, പ്ലാസെൻറ്റയ്ക്ക് ഇനിയും ഫംഗ്ഷൻ ഉണ്ട്. പ്ലാസെൻറ്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. It produces some hormones like HCG, human chorionic gonadotrophin, HPL, human placental lactogen. Then it also produces progestogen, estrogens എന്ന് പറയുന്ന ഹോർമോണുകളും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്ലാസെൻറ്റ. അപ്പോൾ പ്ലാസെൻറ്റയ്ക്ക് ഇങ്ങനെ കുറേ ജോലികളുണ്ട്. പ്രഗ്നൻസിയുടെ അവസാന ഘട്ടത്തിൽ ഓവറിയും പുതിയൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് റിലാക്സിൻ. ഇറ്റ് ഈസ് കോൾഡ് റിലാക്സിൻ. അപ്പോൾ ഓവറി പ്രൊഡ്യൂസ് ചെയ്യും റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. എപ്പോൾ? പ്രഗ്നൻസിയുടെ അവസാന സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ, പ്രസവ സമയമൊക്കെ ആകുന്ന സമയത്താണ് ഈ റിലാക്സിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ കുറേ കാര്യങ്ങൾ. ഇനി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കുഞ്ഞിൻ്റെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം സെല്ലുകളിൽ നിന്നാണ്. അതിനെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റെം സെൽസിൽ നിന്നാണ് ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസും, ഹൃദയമായാലും കിഡ്നി ആയാലും ലിവർ ആയാലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സ്റ്റെം സെല്ലുകളിൽ നിന്നാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1-ാം മാസമാകുന്ന സമയത്ത് നമുക്കറിയാം 9 മാസമാണല്ലേ പ്രഗ്നൻസി പീരീഡ് അഥവാ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. അതിൽ 1-ാം മാസമാകുമ്പോൾ ഹൃദയം ടക്ക് 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 ബീറ്റ് ചെയ്ത് തുടങ്ങും. അപ്പം നമ്മൾ ജനിച്ചതിന് ശേഷമല്ലേ നമ്മുടെ ബർത്ത് നമ്മൾ ഈ വയസ്സ് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് 17 വയസ്സാണ് പ്രായമെങ്കിൽ നമ്മളെക്കാളും ഒരു 8 മാസം മൂത്തതാണ് നമ്മുടെ ഹൃദയം. 17 വയസ്സും 8 മാസത്തിൻ്റെയും കൂടി ഒരു മൂപ്പ് ആർക്കുണ്ട്? ഹൃദയത്തിനുണ്ട്. അപ്പോൾ ഹൃദയത്തിന് അല്പം ബഹുമാനം കൊടുത്തേക്ക് കേട്ടോ, ഇച്ചിരി മൂത്തതാ.
ഇനി ഈ ഹൃദയത്തിൽ അപ്പോൾ നമ്മൾ 1-ാം മാസമാകുമ്പോഴേ ഹൃദയം ബീറ്റ് ചെയ്യും. 3-ാമത്തെ മാസം ഏകദേശം അവസാനമാകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി ഓർഗൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. കൈകാലുകളൊക്കെ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ജെനിറ്റൽ ഓർഗൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. 5-ാം മാസമാണ് നമ്മൾ ഇടിയും ബഹളമൊക്കെ തുടങ്ങുന്നത്. 5-ാം മാസമാകുമ്പോൾ ഫീറ്റൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ 6-ാം മാസമാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത്, അതുപോലെ 5-ാം മാസത്തിൽ ഒരു കാര്യം കൂടെ, നമുക്ക് ഹെഡിൽ തലയിലൊക്കെ എന്ത് വരും, ഹെയർസ് ഒക്കെ വരും. 6-ാം മാസത്തിൽ ബോഡി ഹെയർസ് ഒക്കെ വരുന്നു. ബോഡിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഡെവലപ്പ് ചെയ്യും. 9-ാം മാസമാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ റെഡിയായി പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ റെഡിയാകും. അങ്ങനെ നമ്മളെ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആയിട്ട് മാറും. ആ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ, പ്രസവം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പാർച്ചുറേഷൻ. അപ്പോൾ പാർച്ചുറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് എ ബേബി. ഒരു കുഞ്ഞിനെ പുറത്തേക്ക് ഡെലിവർ ചെയ്യുന്നതിനെയാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ഈ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് കിടന്നിങ്ങനെ അനങ്ങുമ്പോൾ അംബിലിക്കൽ കോഡ് അഥവാ പൊക്കിൾ കൊടി ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ട്രിഗർ ആകും. ഇത് ഹൈപ്പോതലാമസ് അറിയും. ഹൈപ്പോതലാമസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. മറക്കണ്ട, ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ ബോഡിയിൽ വന്നിട്ട് യൂട്രസിനെ നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടാണ് കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡെലിവറി സംഭവിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, നമുക്ക് പുറത്തേക്ക് കുഞ്ഞിനെ പുഷ് ചെയ്ത് ഡെലിവറിക്ക് സഹായിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് ഓക്സിറ്റോസിനാണ്. ഡെലിവറി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓക്സിറ്റോസിൻ. പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്രൊജസ്റ്ററോണുമാണ്. മറക്കരുത്, പ്രൊജസ്റ്ററോൺ പ്രഗ്നൻസി ഹോർമോണും ഡെലിവറി ഹോർമോൺ ഓക്സിറ്റോസിനുമാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന കുഞ്ഞിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? പാല് കൊടുക്കുക, ലാക്ടേഷൻ എന്നതാണ്. ലാക്ടേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ആദ്യത്തെ മിൽക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊളസ്ട്രം എന്നോ യെല്ലോ മിൽക്ക് എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. മഞ്ഞപ്പാല്, കൊളസ്ട്രം, ആദ്യത്തെ മിൽക്ക്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ബേബി. കാരണം അതിനകത്താണ് ഇമ്മ്യൂണോഗ്ലോബിൻ എ എന്ന് പറയുന്ന ആൻറ്റിബോഡി ഉള്ളത്. ഈ ആൻറ്റിബോഡി അമ്മയിൽ നിന്ന് മാത്രമേ കുഞ്ഞിന് കിട്ടത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും അല്ലാതെ കിട്ടത്തില്ല. അതുകൊണ്ട് അമ്മയുടെ ആദ്യത്തെ മുലപ്പാൽ കുടിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കൂ. കാരണം ഈ ആൻറ്റിബോഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. അത് അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഫസ്റ്റ് മിൽക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് മിൽക്കിനെ വിളിക്കുന്ന പേരെന്താ? കൊളസ്ട്രം എന്നാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിന് അത് കിട്ടിയേ പറ്റൂ. മക്കളെ, ഇത്രയുമാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ മേജർ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തു. അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെച്ചേക്കുക. അതോടൊപ്പം സ്പെർമാറ്റോജെനസിസും oogenesis തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ആൻസർ ഇങ്ങനെയാണ്. സ്പെർമാറ്റോജെനസിസും oogenesis തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പെർമാറ്റോജെനസിസും oogenesis തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. നോക്കിക്കോളൂ, വേഗം ഞാനൊന്ന് പറയാം. സ്പെർമാറ്റോജെനസിസും oogenesis. സ്പെർമാറ്റോജെനസിസിലാണെങ്കിൽ അത് നടക്കുന്ന മെയിലിലാണ്, അത് ടെസ്റ്റിസിലാണ് നടക്കുന്നത്. ഇതൊക്കെ അറിയാം നിങ്ങൾക്ക്. സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി ഏജ് അല്ലെ, പ്യൂബർട്ടി ഏജ് ആകുമ്പോഴാണ് അത് സ്റ്റാർട്ട് ആകുന്നത്. പക്ഷേ ഈ oogenesis എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ആകുന്നുണ്ട്. oogenesis എംബ്രിയോണിക് സ്റ്റേജിലേ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ആകുന്നുണ്ട്. സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലേ. കണ്ടിന്യൂസ്ലി നടക്കാനാണ്, എന്താ പറയുക, സ്റ്റോപ്പ് ഇടുകയോ ഒന്നുമില്ല. പക്ഷേ oogenesis ഡിസ്കണ്ടിന്യൂസ്, നിൽക്കും, റീസ്റ്റാർട്ട് ചെയ്യും, വീണ്ടും നിൽക്കും, റീസ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ് പോകുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, അടുത്ത സ്പെർമാറ്റോജെനസിസിൽ നോ പോളാർ ബോഡി ഫോർമേഷൻ. പോളാർ ബോഡി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല അല്ലേ, നോ പോളാർ ബോഡി ഫോർമേഷൻ. പക്ഷേ ഇവിടെയോ പോളാർ ബോഡി ഈസ് ഫോംഡ്, പോളാർ ബോഡി അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സ്പെർമാറ്റോജെനസിസിലെല്ലാം ഈക്വൽ ഡിവിഷനാണ് നടക്കുന്നത് അല്ലെ, ഈക്വൽ ഡിവിഷൻ. oogenesis അൺഈക്വൽ ഡിവിഷൻ ആണ് അല്ലെ, അൺഈക്വൽ ഡിവിഷൻ. അതാണ് ഒരു വലുതും ഒരു ചെറുതുമായി പോകുന്നത്. അതുപോലെ സ്പെർമാറ്റോജെനസിസ് ടിൽ ദ ഡെത്ത് ആണ് അല്ലേ, അത് മരണം വരെ ഈ പ്രോസസ്സ് ഉണ്ട്. പക്ഷെ oogenesis ഇടയ്ക്ക് വെച്ച് നിൽക്കും അല്ലേ, അത് അപ് ടു മെനോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീകളിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഒരു പർട്ടിക്കുലർ 40, 45, 50 ഏജ് ആകുമ്പോൾ സ്റ്റോപ്പ് ആകും. അതിനെയാണ് മെനോപ്പസ് എന്ന് വിളിക്കുന്നത്.
ആദ്യത്തെ മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ മെനാർക്ക് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിനെ മെനാർക്ക് എന്നും ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിനെ മെനോപ്പസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ മെനോപ്പസ് മാത്രം വരെ ഉള്ളൂ ഏത് oogenesis എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇങ്ങനെയൊക്കെ കുറേ ഡിഫറൻസ്. അതുപോലെ 4 സ്പേം സെല്ലുകളാണ് ഒരു സ്പെർമാറ്റോജെനസിസ് വഴി ഉണ്ടാകുന്നത്, ഒരേ ഒരു ഓവമാണ് oogenesis വഴി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് സ്പെർമാറ്റോജെനസിസും oogenesis വഴിയുണ്ട്. മക്കളെ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ചാപ്റ്റർ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലവ് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. I am Dr. Manu. Bye for now.